വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെൻ്റായ വീഡിയോ ആണ്. ഡിഫറെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളധികം ചെയ്തിട്ടില്ല നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ബേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ടർക്കിഷ് മിൽക്ക് കേക്കാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നന്നായി വരുമായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, നല്ലതായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരൂ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചെയ്ത് വെക്കാം. അപ്പോൾ മെഷർമെൻറ്റ് ഈ ബേക്കിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് അളന്നെടുത്ത് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, അതും ഈ പറയുന്ന പോലെ അളന്നെടുക്കണം. ഉപ്പ്, അത് ഒരു പൊടി മതിയേ. ഇതിൽ ഓക്കെ. ഇനി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്കിത് ഈ ബീറ്ററിലോട്ട് എല്ലാ സാധനങ്ങളും എടുത്തിടാം. അല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടണം. അപ്പോൾ നമുക്ക് ആദ്യം ബട്ടർ ഇടാമേ. ഓക്കെ, ഇനി ഇതാ അപ്പോൾ നമുക്കിനി ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ മുട്ടയായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ പഞ്ചസാര ഇടുകയാണ്. നമുക്ക് ഡ്രൈ ഫ്ലോർ ഇടാം. നമുക്കിനി ഇവാപ്പറേറ്റഡ് മിൽക്കും അതുപോലെ വാനില എസൻസും ആണ് ആവശ്യമുള്ളത്. എവാപ്പറേറ്റഡ് മിൽക്ക് 1/4 കപ്പും വാനില എസൻസ് ഒരു 1/4 ടീസ്പൂണും നമുക്ക് ഇനി ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ലാസ്റ്റ് വാനില എസൻസും കൂടി ആഡ് ചെയ്യണേ. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് ഓവനിൽ വയ്ക്കാം. ഇത് നമ്മൾ ഫാരൻഹീറ്റിലാണ് പറയുന്നത്. അപ്പോൾ 350 ഫാരൻഹീറ്റിൽ ഞാനൊരു 30 മിനിറ്റ്സ് ഫസ്റ്റ് വയ്ക്കും. അതിൻ്റെ ഉള്ളിലാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് കൂടുതൽ വേണോ കുറവ് വേണോ എന്ന് ഞാൻ പറയാം. ഓക്കെ, വെച്ച് മതിയോ? വേണ്ട, കരിഞ്ഞു പോവോ? വേണ്ട. നമ്മളൊരു 20 മിനിറ്റ്സ് ആദ്യം വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കൂട്ടാം. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര കുക്കിംഗ് ഒക്കെ എക്സ്പേർട്ടാണെന്ന്. അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് എടുക്കാം. അയ്യോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് കുത്തിയൊക്കെ നോക്കിയായിരുന്നു. അല്ല, യെല്ലോയിഷ് കളർ കേക്ക് അല്ലേ? ഞാനൊരു എത്ര മിനിറ്റ് മൊത്തം 30 മിനിറ്റ്സ് വെച്ചു. അപ്പോൾ എൻ്റെ ഈ ഓവനിൽ 30 മിനിറ്റ്സ് വേണം ഇത് ബേക്ക് ആവാൻ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് മാറിയിട്ടിരിക്കും. അപ്പോൾ കേക്ക് റെഡിയാണ്. ഇനി ബാക്കിയുള്ള സാധനത്തിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാരമലൈസ്ഡ് ലെയർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം 1 കപ്പ് ഷുഗർ ചുമ്മാ കാരമലൈസ് ചെയ്യാല്ല, നമ്മൾ അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും ഇതൊക്കെ ആഡ് ചെയ്യേ. ഒരു മീഡിയം ഹീറ്റിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അത് കാരമലൈസ് ചെയ്യിക്കാൻ തുടങ്ങാം. ഷുഗർ ഒന്ന് മെൽട്ടായി കഴിയുമ്പോൾ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. പിന്നെ ബട്ടർ മെൽട്ടാവുമ്പോൾ വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്യാം. കേക്കിൽ ഒഴിക്കണമെങ്കിൽ ഇത് നന്നായി തണുക്കണം, ഒട്ടും ചൂട് പാടില്ല. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇവനെ ബീറ്റ് ചെയ്താലോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. വിപ്പിംഗ് ക്രീം ഇതാ ഇങ്ങനെ മേലെ ഇതായിട്ട് നിൽക്കണം, സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം, ഇങ്ങനെ വരാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്.
ഇതുപോലെ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കാരമലൈസ് ചെയ്ത ഒരു സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിലോട്ട് വരാം. അപ്പോൾ നമുക്കിനി ഒരു മിൽക്ക് സോസ് ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു വിപ്പിംഗ് ക്രീം 1/2 കപ്പ്, അതുപോലെ തന്നെ നമ്മൾ മുന്നേ എടുത്ത ഇവോപ്പറേറ്റഡ് മിൽക്ക് വന്നിട്ട് ഒരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഡെൻസ് മിൽക്കാണ്, അത് നമ്മളൊരു 1/4 കപ്പോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കേക്ക് നല്ലപോലെ ആയിട്ടുണ്ട്. കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകത്തൊന്നും ഫില്ല് ചെയ്യുന്നില്ല, ഇതിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, വേറെ ഒന്നും എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ മിൽക്ക് സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് നല്ലോണം കവർ ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഒഴിക്കാം. നമുക്കിനി ഒരു ഡിസൈൻ പോലെ കൊടുക്കാം. സുഖം. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം, റെഫ്രിജറേറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. എന്നാൽ അത് ആ ഒരു മറ്റേ എന്താ മിൽക്കിൽ സോക്ക് ചെയ്യുന്നതൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ കട്ട് ചെയ്യാണ്. ഇതെന്താ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ചോദിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി ബദ്ദുചേട്ടൻ്റെ വായിലിടുന്നത്. ബദ്ദുചേട്ടാ പ്ലീസ്, ബദ്ദുചേട്ടാ ഓഡിയൻസ് പ്ലീസ്. അങ്ങനെ നമ്മുടെ കേക്ക് ടേസ്റ്റേഴ്സ് എത്തിയിരിക്കുകയാണ്. It looks like a peanut butter. The brown looks like peanut butter. Did you add peanut butter in here? No. ഇല്ല. യമ്മി നോട്ട് യമ്മി. ലുക്ക് ഇല്ലാന്നേ ഉള്ളൂ, ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ ടേസ്റ്റ് ഇട്ടേ, എന്നാലും എനിക്കറിയാം. Did you put sprinkles? Did you put sprinkles? അത് ഷുഗർ സിറപ്പിലെ ഷുഗർ കാരമലൈസ് ചെയ്തതിന്റെ ടേസ്റ്റാ. Have one more. Have one more. എന്റെ ഡാഡി കൊള്ളാം. ഭയങ്കരമായ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല, ഞാനൊന്ന് ട്രൈ ചെയ്തു എന്ന് മാത്രം. ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത എന്താ പറയുക കുക്കിംഗ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഒഫീഷ്യലി ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഒന്നും നമ്മുടെ ചാനലിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നതായിരിക്കും, കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ്. അപ്പോൾ ബൈ ബൈ, സീ യു.